വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മനുഷ്യജീവന് സംരക്ഷണം നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ലെന്ന് കേന്ദ്ര നിയമം നിലവിലുണ്ട്. ആ നിയമമനുസരിച്ച് വന്യമൃഗ സംരക്ഷണ നിയമമാണ്. അതിനുശേഷം കമ്മീഷനുകൾ വെച്ചിട്ടുണ്ട്. കാർഗിൽ കമ്മീഷൻ വന്നിട്ടുണ്ട്, അതുപോലെ കമ്മീഷനുണ്ട്. ഇതിലെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമമനുസരിച്ച് ഒരു വന്യമൃഗങ്ങളെയും കൊല്ലാൻ നിയമപരമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. പാമ്പിനെ പിടിച്ച് നേരെ കാട്ടിൽ കൊണ്ടുപോയി വിടണം. കടുവ, പന്നി, ഏത് മൃഗങ്ങളാകട്ടെ കൊല്ലാനുള്ള അധികാരമില്ല. കൊന്നാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും. ഇപ്പോൾ ഇതിനു മുമ്പ് ഇടുക്കിയിലൊരു തിരുവല്ലയിൽ ഒരു പട്ടാളക്കാരൻ അദ്ദേഹം ഒരു കടുവ ആക്രമണം, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളൊരു പീച്ചാത്തി എടുത്ത് അതുമായി ഏറ്റുമുട്ടി അതിനെ കൊന്നു. ഉണ്ടായിട്ടുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്നു, റിമാൻഡ് ചെയ്തു, ജയിലിലായി. ആക്രമിക്കുന്ന കടുവയെപ്പോലും കൊന്നതിൻ്റെ അനുഭവങ്ങളാണ്. നിയമപരമാണത്. ആ നിയമം ഇവിടെ ഉണ്ടാക്കിയത് 80-ലും 84-ലുമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നം. നാട്ടിൻപുറത്ത് കാണുന്ന മൂർഖൻ പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ അനുവാദമില്ല. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റിന് ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനാവില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നതിന് സംസ്ഥാന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് ഭൂഷണമല്ലെന്ന് കണ്ണൂരിൽ ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.